എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ഹെർ മദർ ലെറ്റ് ടോട്ടോജാൻ ഗോ ഫോർ ദ ട്രിപ്പ്? എന്തുകൊണ്ടാണ് ടോട്ടോജാൻ്റെ അമ്മ അവൾക്ക് പോകാൻ അനുവാദം നൽകിയത്? നമ്മൾ ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ പഠിക്കുന്നുണ്ട്. ടോട്ടോജാൻ വന്ന അമ്മയോട് ടൂർ പോകാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ അനുമതി നൽകുന്നു. അതെന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. Headmaster sent a letter to Totojan's mother. He explained about their trip, so she decided to send her. ഹെഡ്മാസ്റ്റർ ഒരു ലെറ്റർ ടോട്ടോജാൻ്റെ മദറിന് അയച്ചു എന്ന് ടോട്ടോജാൻ്റെ അമ്മ പറയുന്നുണ്ട്. അപ്പം ആ എഴുത്തിൽ ഈ ട്രിപ്പിനെ പറ്റി വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ടാവാം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിശദമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ടോട്ടോജാൻ്റെ അമ്മ അവളെ പോകാൻ അനുവദിച്ചത്. എന്തുകൊണ്ട് പോകാൻ അനുവദിച്ചു എന്നത് പുസ്തകത്തിൽ നേരിട്ട് പറയുന്നില്ല. അപ്പം അതിൻ്റെ ആൻസർ ഇതാണ്. ഹെഡ്മാസ്റ്റർ സെൻറ്റ് എ ലെറ്റർ ടു ടോട്ടോജാൻസ് മദർ. ഹി എക്സ്പ്ലൈൻഡ് അബൌട്ട് ദ ട്രിപ്പ്, സോ ഷീ ഡിസൈഡഡ് ടു സെൻഡ് ഹെർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ചിൽഡ്രൻ വെയർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ്. വൈ? അവർ ആ യാത്രയിൽ വളരെ നന്നായിട്ട് പെരുമാറി. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ്? ദ സ്കൂൾ ഇൻസ്റ്റിൽഡ് ദം ദ ബേസിക്സ് ഓഫ് ഡീസൻസി ആൻഡ് ഗുഡ് ബിഹേവിയർ. സ്കൂളിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും അവരെ പഠിപ്പിക്കുന്നില്ല. പക്ഷേ ആ സ്കൂള് അവരിൽ ഇൻഡയറക്റ്റായിട്ട് തന്നെ ഒരു പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ദ സ്കൂൾ ഇൻസ്റ്റിൽഡ് ദം ദ ബേസിക്സ് ഓഫ് ഡീസൻസി ആൻഡ് ഗുഡ് ബിഹേവിയർ. ഒരു പൊതുവായ ഇടത്ത് എങ്ങനെ ഡീസൻ്റായിട്ടും ഗുഡ് ബിഹേവിയർ ഷോ ചെയ്യാമെന്ന് സ്കൂൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ വാല്യൂസ് കൾട്ടിവേറ്റഡ് ബൈ ദി സ്റ്റുഡൻസ് അറ്റ് ടോമോ? വാട്ട് വെയർ ദ വാല്യൂസ് കൾട്ടിവേറ്റഡ്? ആ സ്കൂളിലെ കുട്ടികളിൽ എന്തൊക്കെ തരത്തിലുള്ള വാല്യൂസാണ്, എന്തൊക്കെ തരത്തിലുള്ള നല്ല കാര്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ദേ നെവർ ബുള്ളീഡ് അതേഴ്സ്, നെവർ ടുക്ക് ടു അൺട്രൂലി ബിഹേവിയർ, picked up litter wherever they found it, and never annoyed or disturbed others. അവർ മറ്റുള്ളവരെ ഒരിക്കലും ഉപദ്രവിച്ചില്ല. അതുപോലെ തന്നെ മോശമായ പെരുമാറ്റം കുട്ടികൾ തമ്മിലുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും ചപ്പുചവറുകളൊക്കെ കണ്ടിരുന്നെങ്കിൽ അവരത് പെറുക്കിക്കളയും. അതുപോലെ മറ്റുള്ളവരെ അവരൊരിക്കലും ശല്യം ചെയ്യുകയോ ഉപദ്രവിക്കുകയോ ചെയ്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദി സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. വൈ? എന്തുകൊണ്ടാണ് ആ ഹോട്ട് സ്പ്രിംഗ് വളരെ അൺയൂഷ്വൽ ആണ്, സാധാരണമല്ല എന്ന് പറയാൻ കാരണം? ദ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദി സീ ഈസ് വെരി റെയർ ആൻഡ് ഇറ്റ് വാസ് നോട്ട് എൻക്ലോസ്ഡ്, സോ ദർ വാസ് നോ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹോട്ട് സ്പ്രിംഗ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി സീ. കടലിലെ ചൂട് നീരുറവ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അതുപോലെ ഈ തോയിലെ ചൂട് നീരുറവ സാധാരണ കടലിൽ നിന്ന് അതിനെ ഒരു വേർതിരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചൂട് നീരുറവയും തണുത്ത വെള്ളവും ഒരേ സമയം അനുഭവിക്കാൻ പറ്റും. സ്വിമ്മിങ് ഇൻ ദി ഹോട്ട് സ്പ്രിംഗ് വാസ് എൻ അമേസിംഗ് എക്സ്പീരിയൻസ്. ആ ചൂട് നീരുറവയിൽ നീന്തുക എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഹൗ വാസ് ദ സ്റ്റേ അറ്റ് ദി സ്പാ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഫോർ ദ ചിൽഡ്രൻ? എങ്ങനെയാണ് ഹൗ വാസ് ദ സ്റ്റേ അറ്റ് ദ സ്പാ എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഫോർ ദ ചിൽഡ്രൻ? എങ്ങനെയാണ് ആ സ്പായിലെ താമസം കുട്ടികൾക്ക് ഒരു യഥാർത്ഥ ജീവിതാനുഭവം നൽകിയത്? There was a forest full of cicadas and a shop where they could buy popsicles. അപ്പോൾ അവർ താമസിച്ച ആ സ്ഥലത്തിന് ചുറ്റും ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നിറയെ സിക്കാഡസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ കടയിൽ നിന്ന് പോപ്സിക്കിൾസ് എന്ന് പറയുന്ന ഒരു സ്വീറ്റ് വാങ്ങിക്കാൻ പറ്റും. ആൻഡ് ദേ മെറ്റ് എ മാൻ ഹൂ മെയ്ഡ് എ വുഡൻ ബോട്ട് ബൈ ഹിംസെൽഫ്. അതുപോലെ തനിയെ തടി കൊണ്ട് ഒരു ബോട്ട് ഉണ്ടാക്കുന്ന ഒരാളെ അവർ പരിചയപ്പെട്ടു. ദേ സ്പെൻഡ് മച്ച് ടൈം ഇൻ ദി ഹോട്ട് സ്പ്രിങ്. അവർ ധാരാളം സമയം ആ ചൂട് നീരുറവയിൽ നീന്താനെടുത്തു. ഓൾ ദീസ് പ്രൊവൈഡഡ് എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഫോർ ദി ചിൽഡ്രൻ. അപ്പോൾ ഇതെല്ലാം അവർക്ക് ആ 3 ദിവസത്തെ അനുഭവം എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ തന്നെയായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഫോട്ടോ സെഷൻ ടേക്ക് എ വെരി ലോങ് ടൈം? എന്തുകൊണ്ടാണ് ആ ഫോട്ടോ സെഷൻ വളരെ നീണ്ടുപോയത്, അല്ലെങ്കിൽ വളരെ അധികം സമയമെടുത്തു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? The idea of a group photograph was a new thing for the children, so it was a big problem getting everyone ready for the photograph. So the whole process took a very long time. അപ്പം ആ പ്രക്രിയ താമസിക്കാൻ കാരണം കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫ് എന്നൊരാശയം പുതിയതായിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് ആ ഫോട്ടോയ്ക്ക് റെഡിയാക്കാൻ കുറേയേറെ സമയം വേണ്ടി വന്നു. അതുകൊണ്ടാണ് ആ ഫോട്ടോ സെഷൻ നീണ്ടുപോയത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
ടോട്ടോജാൻ നെവർ ഫോർഗോട്ട് ദ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ കൊമൻറ്റ്. ടോട്ടോജാൻ ആദ്യത്തെ ആ ഒരു സമ്മർ വെക്കേഷൻ ഒരിക്കലും മറന്നില്ല. എന്തുകൊണ്ട്? ദ ട്രിപ്പ് വാസ് സോ എക്സൈറ്റിംഗ് ആൻഡ് അമേസിംഗ്. ഇറ്റ് വാസ് ഫുൾ ഓഫ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് വാസ് ഫിൽഡ് വിത്ത് ഹാപ്പി മെമ്മറീസ്. സോ ടോട്ടോജാൻ നെവർ ഫോർഗോട്ട് ദ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ. അപ്പം ആ ട്രിപ്പ് വളരെ ആഹ്ലാദകരമായിരുന്നു. അതുപോലെ തന്നെ അതിൽ ധാരാളം ജീവിത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, ധാരാളം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടോട്ടോജാന് ജീവിതത്തിൽ ഒരിക്കലും ആ ഒരു ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ മറക്കാൻ കഴിഞ്ഞില്ല. ഇനി ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി ഫസ്റ്റ്. ദ ട്രിപ്പ് ലാസ്റ്റഡ് 3 days and 2 nights. മേക്ക് എ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദി ടോമോ സ്റ്റുഡൻസ് ഡ്യൂറിങ് ദി ട്രിപ്പ്. ആ ഒരു യാത്ര എന്ന് പറയുന്നത് 3 ദിവസവും 2 രാത്രിയും നീണ്ടു നിന്നു. 3 പകലും 2 രാത്രിയും. അതിൽ ആ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്, കുട്ടികൾ ചെയ്ത പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് നമ്മളോട് ഇവിടെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 8 പോയിന്റ്സ് ആണ് നമുക്ക് ഉള്ളത്. അതിൽ 3 തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ്, എംബാക്ട് ഓൺ എ ഷിപ്പ്. അവർ കപ്പലിൽ കയറി. സെക്കൻഡ്, they were all excited. Then third, pulled at and poked their hands into everything. ഷിപ്പിൽ കയറി അതിനുശേഷം അവർ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അവരവിടെയും ഇവിടെയും ഒക്കെ കുത്തി നോക്കി വലിച്ചു നോക്കി എന്നൊക്കെ ഉണ്ടായിരുന്നു പുസ്തകത്തിൽ. ഫോർത്ത് വൺ, സ്വിമ്മിങ് അറ്റ് ഹോട്ട് സ്പ്രിങ്. അവരെ ചൂട് നീരുറവയിൽ നീന്തി തുടിച്ചു. ഫിഫ്ത്ത് വൺ, ഫ്രൈറ്റൻഡ് വിത്ത് ദി ഗോസ്റ്റ് സ്റ്റോറീസ്. ആ പ്രേതകഥകൾ കേട്ട് അവർ ഭയന്നു. 6, swam about in the sea. ആ സീയിൽ നീന്തി. 7, buy popsicles. 8, souvenir photograph. 8th one, souvenir photographs. You might have gone on a tour from school or with your family. Make a list of your activities during the tour. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ ടൂർ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസിനെ പറ്റി ഒരു ഷോർട്ടായിട്ട് ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ. ഇവിടെ എഴുതിയിരിക്കുന്ന ട്രക്കിംഗ്, സ്വിമ്മിങ്, ബോട്ടിംഗ്, സൈക്ലിംഗ്. ട്രക്കിംഗ്, സ്വിമ്മിംഗ്, ബോട്ടിംഗ്, സൈക്ലിംഗ്. സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് നോക്കാം. റീഅറേഞ്ച് ദ ഫോളോവിങ് ഇവൻറ്റ്സ് ഓഫ് ദി ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പ് ഇൻ ദി കറക്റ്റ് ഓർഡർ. അപ്പോൾ ആ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോയ ആ ട്രിപ്പിനെ നമ്മൾ കറക്റ്റ് ഓർഡറിലാക്കി തയ്യാറാക്കണം. അപ്പം ഓർഡർ തെറ്റിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനെ നമ്മളൊന്ന് ശരിയായിട്ടാക്കണം. തന്നിരിക്കുന്നത്, ദ ചിൽഡ്രൻ അസംബിൾഡ് അറ്റ് ദി സ്കൂൾ ഓൺ ദി അപ്പോയിൻറ്റഡ് ഡേ ബിഫോർ സെറ്റിംഗ് ഓഫ്. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ്, ദ ടീച്ചേഴ്സ് ടുക്ക് ദ ചിൽഡ്രൻ ഡൗൺ ടു ദി സീ. They embarked on a ship. The children enjoyed this unusual hot spring sea bathing to the utmost. The headmaster gave some instructions to the children before going to the sea. The sea became rough, and Totojan and some others began to feel ill. The children were excited at the photo session. The man who was building a boat gave Totojan a very long and curly wood shaving. പിന്നെ നമുക്കത് അറേഞ്ച് ചെയ്യാം. അതിൽ 3 അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. The children assembled at the school on the appointed day before setting off. അപ്പോൾ കുട്ടികൾ ടൂർ പോകുന്നതിൻ്റെ തലേ ദിവസം അവിടെ അസംബിൾ ചെയ്തു. സെക്കൻഡ് വൺ, ദ ഹെഡ് മാസ്റ്റർ ഗേവ് സം ഇൻസ്ട്രക്ഷൻസ് ടു ദി ചിൽഡ്രൻ ബിഫോർ ഗോയിങ് ടു ദി സീ. ഹെഡ് മാസ്റ്റർ ചില നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് നൽകുകയുണ്ടായി. They embarked on a ship. അവരൊരു കപ്പലിൽ കയറി. The sea became rough and Totojan and some others began to feel ill. യാത്ര പോകുന്തോറും കടല് കൂടുതൽ രൂക്ഷമായിട്ട് വന്നു. ആ സമയത്ത് ടോട്ടോജാനും മറ്റു ചില കുട്ടികൾക്കും കടൽ ചുരുക്ക് ബാധിച്ചു. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ്, ദ ടീച്ചേഴ്സ് ടുക്ക് ദ ചിൽഡ്രൻ ഡൗൺ ടു ദി സീ. അപ്പോൾ ചെറിയൊരു റെസ്റ്റിന് ശേഷം ടീച്ചേഴ്സ് കുട്ടികളെയും കൊണ്ട് കടലിലേക്ക് പോയി. The children enjoyed this unusual hot spring sea bathing to the utmost. സാധാരണമല്ലാത്ത ഈ ചൂട് നിരുറവ കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്തു, ആസ്വദിച്ചു. The man who was building a boat gave Totojan a very long and curly wood shaving. അവിടെ തനിയെ ബോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആള് ടോട്ടോജാന് ഒരു തടിക്കഷ്ണം നൽകുകയുണ്ടായി.
ദ ചിൽഡ്രൻ വെയർ എക്സൈറ്റഡ് ദ ഫോട്ടോ സെഷൻ. കുട്ടികൾക്ക് അറ്റ് ദി ഫോട്ടോ സെഷൻ. ദ ചിൽഡ്രൻ വെയർ എക്സൈറ്റഡ് അറ്റ് ദി ഫോട്ടോ സെഷൻ. ഫോട്ടോ സെഷൻ്റെ സമയത്ത് കുട്ടികൾ വളരെയധികം എക്സൈറ്റഡ് ആയി. ആക്ടിവിറ്റി 3. Mom, may I go for the trip? She asked hesitantly. What would be the likely conversation between the mother and the daughter thereafter? അമ്മേ, ഞാൻ ടൂറ് പൊക്കോട്ടെ എന്ന് ടോട്ടോജാൻ വളരെ മടിയോടെ അമ്മയോട് ചോദിക്കുന്നു. അതിനുശേഷം അമ്മയും മകളും തമ്മിലുണ്ടായ ഒരു കോൺവെർസേഷൻ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 കോൺവെർസേഷൻ സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫിൽ ചെയ്യണം. ഫസ്റ്റ്, ടോട്ടോജാൻ, മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്? ഞാൻ ആ ട്രിപ്പിന് പൊക്കോട്ടെ. മദർ, ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പ്? യു ആർ ക്വൈറ്റ് യങ് ആറിൻറ്റ് യു? ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോകാറായോ? നീ വളരെ ചെറുതല്ലേ, നിനക്കങ്ങനെ പോകാമോ എന്ന് അമ്മ മോളോട് ചോദിക്കുകയാണ്. ടോട്ടോജാൻ, നോ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ടീച്ചേഴ്സ് വിൽ ടേക്ക് കെയർ ഓഫ് ആസ്. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളെ നോക്കിയോളും. മദർ, ഓ, ആർ യു എക്സൈറ്റഡ്? നീ വളരെ അത്ഭുതപരതന്ത്രമായിട്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണോ പോവാനായിട്ട്? ടോട്ടോജാൻ, യെസ് മദർ, പ്ലീസ് ഗീവ് മീ ദ പെർമിഷൻ. അതേ അമ്മേ, ഞാൻ വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്, എനിക്ക് ദയവായിട്ട് അനുവാദം നൽകണം. മദർ, യെസ് ഡിയർ, യു ക്യാൻ ഗോ ഫോർ ദ ട്രിപ്പ്. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് പോവാം, നിനക്ക് ഞാൻ അനുവാദം തന്നിരിക്കുന്നു. ടോട്ടോജാൻ, ഓ, ഐ എം സോ ഹാപ്പി, താങ്ക് യു. എനിക്ക് വളരെ സന്തോഷമായി, നന്ദി പറയുന്നു. മദർ, യുവർ ഹെഡ് മാസ്റ്റർ ഓൾറെഡി സെൻഡ് എ ലെറ്റർ അബൌട്ട് ദ ട്രിപ്പ്. ഹെഡ് മാസ്റ്റർ എന്നോട് നേരത്തെ തന്നെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. ടോട്ടോജൻ, ഓ, ദാറ്റ്സ് ഗ്രേറ്റ്, ഹീ ഈസ് സച്ച് ആൻ അമേസിങ് പേഴ്സൺ. അദ്ദേഹം വളരെ വലിയൊരു മനുഷ്യനാണ്, അദ്ദേഹം വളരെ കാര്യമായിട്ട് ഇതൊക്കെ നേരത്തെ ചെയ്തു എന്ന് അമ്മ പറയുമ്പോൾ ടോട്ടോജൻ പറയുന്നു, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. മദർ, യെസ് ഹീ ഈസ്, അങ്ങനെയാണ്, അദ്ദേഹം അങ്ങനെയാണ്. ടോട്ടോജൻ, ലെറ്റ്സ് പാക്ക് ദ തിങ്സ് ഫോർ ദ ജേർണി. നമുക്ക് പോയി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാം. മദർ, യെസ് ഡിയർ, വി ക്യാൻ ഡു ദാറ്റ്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അമ്മ ടോട്ടോജാനോട് പറയുന്നു. ഇനി ആക്ടിവിറ്റി 4. ടോട്ടോജാൻ ഹാഡ് ആൻ ഇൻറ്റൻസ് ഡിസയർ ടു join the school tour to the hot spring. She came home from school one day and asked her mother, may I go for the ship? ഇപ്പോൾ ടോട്ടോജാന് ഇൻറ്റൻസ് ഡിസയർ എന്ന് പറഞ്ഞാൽ തീവ്രമായ ആഗ്രഹം. അപ്പോൾ ടോട്ടോജാന് വളരെ തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു ടൂറ് പോകണമെന്ന്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ടോട്ടോജാൻ അമ്മയോട് ചോദിക്കുകയാണ്, ഞാൻ പൊക്കോട്ടെ എന്ന്. Have you had such an experience seeking permission from your parents, teachers, friends to get or do something? നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനോടോ ടീച്ചേഴ്സിനോടോ അതുപോലെ സുഹൃത്തുക്കളോടോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും പെർമിഷൻ ചോദിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ലേ, ഉണ്ടായിട്ടുണ്ടാവും, ഉറപ്പായിട്ടും നമ്മൾ അനുവാദം മുതിർന്നവരോട് ചോദിക്കാറുണ്ട്. ഹൗ ഡു യു സീക്ക് പെർമിഷൻ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്? നിങ്ങൾ എങ്ങനെയാണ് പലതരത്തിലുള്ള പെർമിഷൻസ് ചോദിക്കുന്നത്? Instead of may I, expressions like can I, shall I are also used. നമ്മൾ എപ്പോഴും എന്തെങ്കിലും അനുവാദം ചോദിക്കുമ്പോൾ മേ ഐ തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഇവിടെ ടോട്ടോജാൻ അമ്മയോട് ചോദിച്ച് മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ് എന്നാണ്. എന്നാൽ എല്ലാ പെർമിഷനും നമ്മൾ മേ ഐ അല്ല ഉപയോഗിക്കുന്നത്, പകരം ക്യാൻ ഐ, ഷാൽ ഐ ഇവയും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് വിത്ത് പിക്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ, മേ ഐ കം ഇൻ? അതെല്ലാവരും ചോദിക്കുന്നതാണ് അല്ലേ. ഗുഡ് മോർണിംഗ് ടീച്ചർ, മേ ഐ കം ഇൻ? ഞാനകത്ത് വന്നോട്ടെ. മേ ഐ ടേക്ക് ദിസ് ബോട്ടിൽ ഓഫ് വാട്ടർ പ്ലീസ്? ഞാൻ ഈ കുപ്പിയിലെ വെള്ളം ഉപയോഗിച്ചോട്ടെ. നെക്സ്റ്റ് പേജിൽ എക്സ്ക്യൂസ് മീ, മേ ഐ ഗോ ഔട്ട്? ഞാൻ പുറത്തേക്ക് പൊക്കോട്ടെ, ദയവായി ഞാൻ പുറത്തേക്ക് പൊക്കോട്ടെ. ഐ ആം അഫ്രൈഡ് യു കാൺ നൗ. അപ്പോൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പെർമിഷൻ നമ്മൾ കൊടുക്കുന്നില്ല, പെർമിഷൻ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്നതാണ് ഐ ആം അഫ്രൈഡ്. ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് പേടി എന്നുള്ള അർത്ഥമല്ല, അതായത് എനിക്ക് നിന്നോട് നോ പറയേണ്ടി വരും എന്നുള്ളൊരർത്ഥമാണ്. ഐ ആം അഫ്രൈഡ് യു കാൺ നൗ. അപ്പോൾ ഞാൻ പുറത്ത് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, എനിക്ക് അതിന് അനുവാദം തരാൻ കഴിയില്ല. അടുത്തത്, ക്യാൻ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ? ഞാൻ നിൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോട്ടെ. ഐ ആം സോറി മൈ വർക്ക് ഈസ് നോട്ട് യെറ്റ് ഫിനിഷ്ഡ്. ഞാൻ നിന്നോട് ക്ഷമ പറയുന്നു, എൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല.
There are various ways to give or refuse permission. Find out more. അപ്പം പല വഴികളുണ്ട് നമുക്ക് പെർമിഷൻ കൊടുക്കാനും പെർമിഷൻ റിജക്റ്റ് ചെയ്യാനും. അപ്പോൾ അതിൽ രണ്ടെണ്ണം നമ്മളോട് തനിയെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 4 കോൺവെർസേഷൻസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണം അതിൽ അതായത് പെർമിഷൻ റിജക്റ്റ് ചെയ്യാണ്, അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഐ ആം അഫ്രൈഡ് യു കൺ നൗ. അതുപോലെ ഐ ആം സോറി മൈ വർക്ക് ഈസ് നോട്ട് യെറ്റ് ഫിനിഷ്ഡ്. നമ്മളോട് ഇവിടെ 2 പെർമിഷൻ കൊടുക്കുന്നതും 2 പെർമിഷൻ റിജക്റ്റ് ചെയ്യുന്നതും എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. There are various ways to give or refuse permission. Find out more. അപ്പം പെർമിഷൻ കൊടുക്കുന്നതാണെങ്കിലോ മേ ഐ ടേക്ക് ദിസ് ബോട്ടിൽ ഓഫ് വാട്ടർ എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം ഓഫ് കോഴ്സ്. അതുപോലെ ഷുവർ, നോ പ്രോബ്ലം, ഇതെല്ലാം പെർമിഷൻ കൊടുക്കുന്നതാണ്. രണ്ടെണ്ണം കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഗോ എ ഹെഡ്, മുന്നോട്ട് പോകൂ, അല്ലെങ്കിൽ അത് തുടർന്നും ചെയ്യൂ എന്നുള്ള അർത്ഥമാണ് ഗോ എ ഹെഡ്. സർട്ടൺലി, സർട്ടൺലി എന്ന് പറഞ്ഞാൽ ഷുവർ, ഉറപ്പായും. ഇനി പെർമിഷൻ റിജക്റ്റ് ചെയ്യുന്നത്, അതായത് അനുവാദം കൊടുക്കുന്നില്ല. സോറി, നോ പ്ലീസ് ഡോണ്ട്, ഐ ആം അഫ്രൈഡ് യു കാൺട്ട്. പിന്നെ എഴുതിയിരിക്കുന്ന അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ എന്ന് പറഞ്ഞാൽ പെർമിഷൻ തരുന്നില്ല എന്നുള്ള അർത്ഥമാണ്. സോറി ബട്ട്, സോറി എനിക്ക് അത് അനുവാദം തരാൻ കഴിയില്ല. നെക്സ്റ്റ് പേജിൽ ഇമാജിൻ ദാറ്റ് യു ആർ അറ്റ് എ ഫെസ്റ്റിവൽ ഓർ വാട്ടർ തീം പാർക്ക് ഓർ എക്സിബിഷൻ ഗ്രൗണ്ട്. യു മീറ്റ് യുവർ ഫ്രണ്ട്സ് ദെയർ. നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു ഉത്സവ സ്ഥലത്താണ്, അതല്ലെങ്കിൽ വാട്ടർ തീം പാർക്കിലാണ്, അതല്ല എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടുന്നു. കംപ്ലീറ്റ് ദ ടേബിൾ. സീക്കിംഗ് പെർമിഷൻ ഫ്രം ഹോം റെസ്പോൺസ്. അപ്പോൾ ഇവിടെ 3 കോളമാണ് തന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതിനകത്ത് സീക്കിംഗ് പെർമിഷൻ, നമ്മൾ അനുവാദം ചോദിക്കുന്ന സെൻറ്റൻസ്. രണ്ടാമത്തെ കോളം അത് ആരിൽ നിന്നാണ് എന്നുള്ളത്. മൂന്നാമത്തേത് റെസ്പോൺസ്, അതിന് മറുപടി. അത് ചിലപ്പോൾ പെർമിഷൻ കൊടുക്കും, ചിലപ്പോൾ പെർമിഷൻ തരില്ല, ഏതാണോ അത്. ഒരെണ്ണം ഇവിടെ ചെയ്തിട്ടുണ്ട്. ക്യാൻ ഐ കീപ് മൈ ബാഗേജ് ഹിയർ. ഞാനിവിടെ എൻ്റെ ബാഗുകളൊക്കെ സൂക്ഷിക്കട്ടെ. അതാരോടാ ചോദിക്കുക? ക്ലോക്ക് റൂം കീപ്പർ. ക്ലോക്ക് റൂം കീപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു പൊതുവായ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ബാഗ്, ചെരുപ്പ് അങ്ങനെയുള്ള വസ്തുക്കളൊന്നും അകത്ത് കൊണ്ടുപോകാൻ അനുവാദമില്ലെങ്കിൽ നമ്മളത് സൂക്ഷിക്കാനായിട്ടൊരു റൂം ഉണ്ടാവും. ആ റൂമിൻ്റെ കാവൽക്കാരനെയാണ് ക്ലോക്ക് റൂം കീപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ബാഗ് ഇവിടെ സൂക്ഷിച്ചോട്ടെ എന്ന് ആ ക്ലോക്ക് റൂം കീപ്പറോട് ചോദിക്കുന്നു. അതിൻ്റെ റെസ്പോൺസ് ഓഫ് കോഴ്സ് യു ക്യാൻ. തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ സൂക്ഷിക്കാം. സെക്കൻഡ്, മേ ഐ ടേക്ക് ദ ടിക്കറ്റ്. ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ. അതാരോടാണ് ചോദിക്കുന്നത്? ഫ്രണ്ടിനോടാണ്. നമ്മൾ ഒരുമിച്ചിപ്പോൾ 2 ഫ്രണ്ട്സ് ഒരുമിച്ച് തിയേറ്ററിൽ പോയി. അപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ് മേ ഐ ടേക്ക് ദ ടിക്കറ്റ്. യെസ് ഷുവർ, നിനക്ക് എടുക്കാം, നീ എടുത്തോളൂ എന്നാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് നോ ആണെങ്കിൽ നോ പ്ലീസ് എന്ന് എഴുതാവുന്നതാണ്. ക്യാൻ വി ടേക്ക് എ സെൽഫി. ഇനി നമ്മൾ തനിയെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണം. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ക്യാൻ വി ടേക്ക് എ സെൽഫി. നമുക്കൊരു സെൽഫി എടുത്താലോ? അതാരോടാണ്? ഫ്രണ്ടിനോടാണ് ഞാൻ ചോദിച്ചത്. യെസ് വി ക്യാൻ. അവൻ്റെ മറുപടിയാണ് യെസ് വി ക്യാൻ, നമുക്ക് എടുക്കാം. അതല്ല പറ്റില്ല എന്നാണെങ്കിലോ സോറി അല്ലെങ്കിൽ നോ പ്ലീസ് എന്ന് പറയാം. യു ക്യാൻ സീക്ക് പെർമിഷൻ മോർ പൊളൈറ്റ്ലി യൂസിങ് പ്ലീസ്. അപ്പം നമുക്ക് വളരെ താഴ്മയായിട്ട് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി പ്ലീസ് എന്ന് ഉപയോഗിക്കാം. പൊളൈറ്റ്ലി എന്ന് പറഞ്ഞാൽ വിനയത്തോടെ, കൂടുതൽ വിനയത്തോടെ നമുക്ക് ആരോടെങ്കിലും ഒരു പെർമിഷൻ ചോദിക്കാനുണ്ടെങ്കിൽ അതിന് പ്ലീസ് ഉപയോഗിക്കാം. ഇവിടെ ഫസ്റ്റ് വൺ, ക്യാൻ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ പ്ലീസ്. അത് ചോദിച്ചത് ഫ്രണ്ടിനോടാണ്. മറുപടി യെസ് യു ക്യാൻ. സെക്കൻഡ്, പ്ലീസ് മേ ഐ ടേസ്റ്റ് ദിസ് കറി മദർ. ഞാൻ ഈ കറി രുചിച്ചു നോക്കിക്കോട്ടെ എന്ന് അമ്മയോട് ചോദിക്കുകയാണ്. യെസ് യു ക്യാൻ. ശരിയാ, അത് ചെയ്തോളൂ, അല്ലെങ്കിൽ നിനക്ക് ചെയ്യാം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇതിനൊക്കെ ഇവിടെ നമുക്ക് നോയും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ യെസ് ആണ് കൊടുത്തിരിക്കുന്നതെന്നേ ഉള്ളൂ. മേ ഐ ബോറോ യുവർ പെൻ. ഞാൻ നിന്നോട് പേന ചോദിച്ചോട്ടെ, ഫ്രണ്ടിനോടാണ്. യെസ് യു ക്യാൻ, അല്ലെങ്കിൽ സോറി ഡോണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സോറി പ്ലീസ് എന്ന് പറയാം. ക്യാൻ ഐ ഓപ്പൺ ദ വിൻഡോ. ഞാൻ ഈ ജനൽ തുറന്നോട്ടെ, ഫാദറിനോടാണ്. യെസ് പ്ലീസ് ടു. അതെ നിനക്ക് അത് ചെയ്യാം, ചെയ്തോളാനാണ് ഫാദർ പെർമിഷൻ തരുന്നത്.
Next activity, activity 5. Read the following paragraph. How about a souvenir photograph? Asked the headmaster when they were getting ready to leave. They had never had a photograph taken of all of them together, and the children were excited at the idea. അവർ ടോയ് സ്പായിൽ നിന്ന് പുറപ്പെടാൻ നേരത്ത് ഹെഡ് മാസ്റ്റർ അവരോട് ചോദിക്കുന്നു, ഹൗ എബൌട്ട് എ സുവനീർ ഫോട്ടോഗ്രാഫ്, ഒരു ഫോട്ടോഗ്രാഫ് എടുത്താലോ നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇതിന് മുൻപ് എടുത്തിട്ടില്ല. അപ്പോൾ ആ ഐഡിയയിൽ കുട്ടികൾ വളരെയധികം എക്സൈറ്റഡ് ആയി. ദ എക്സൈറ്റഡ് സ്റ്റുഡൻസ് വിസിറ്റ് ദംസെൽസ് ബിഫോർ ദ ഫോട്ടോ സെഷൻ. ക്യാൻ യു ഇമാജിൻ ആൻഡ് റൈറ്റ് സം ഓഫ് ദ തിങ്സ് ദേ മൈറ്റ് ഹാവ് ഡൺ. അപ്പം കുട്ടികൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അവരങ്ങനെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ? എ സ്റ്റുഡൻറ് ഹാഡ് ഗോൺ ടു ദി ടോയ്ലറ്റ്. ഒരു കുട്ടി ടോയ്ലറ്റിലേക്ക് പോയി. സം സ്റ്റുഡൻസ് കോംഡ് ദെയർ ഹെയർ. ചിലർ അവരുടെ മുടി ചീകി. അപ്പോൾ ഇനി 3 സെൻറ്റൻസുകൾ നമ്മളോട് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ കുട്ടികൾ ഫോട്ടോ എടുക്കുന്ന ആ സമയത്ത് എന്തൊക്കെ ആയിരിക്കാം ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സം സ്റ്റുഡൻസ് അറേഞ്ച്ഡ് ദെയർ പൊസിഷൻ ഫോർ ദ ഫോട്ടോ. ചില കുട്ടികൾ തങ്ങളുടെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള പോസ് അല്ലെങ്കിൽ പൊസിഷന് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ചിലർ നേരെ നിൽക്കും, ചിലർ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. സം സ്റ്റുഡൻസ് പുട്ട് പൗഡർ ഓൺ ദെയർ ഫേസ്. ചില കുട്ടികൾ അവരുടെ മുഖത്ത് കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടാവാം. എ സ്റ്റുഡൻറ് വെൻ ടു ദി ഫ്രണ്ട് റോ ഫ്രം ബാക്ക് റോ. പുറകുവശത്തെ സ്ഥലത്ത് നിന്ന് ഫ്രണ്ട് റോയിലേക്ക്, പുറകുവശത്തെ നിരയിൽ നിന്ന് ഫ്രണ്ട് വശത്തേക്ക് ഒരു കുട്ടി വന്നു. ഇനി ആക്ടിവിറ്റി 6. Totojan was excited on the eve of the tour. She couldn't sleep well. What would have been her thoughts and feelings? Fill in the blanks with appropriate words. ഇപ്പോൾ ടോട്ടോജാന് ആ ടൂറ് പോകുന്നതിൻ്റെ ആ രാത്രിയിൽ ഉറങ്ങാനേ സാധിച്ചില്ല. അപ്പോൾ എന്തൊക്കെ ചിന്തകളായിരിക്കും മനസ്സിലൂടെ വരിക? നമുക്കാണെങ്കിലും അങ്ങനെയാണ്. എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുന്നതിൻ്റെ തലേദിവസം നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല. വളരെ എക്സൈറ്റഡ് ആയിരിക്കും, വളരെ ആങ്ഷ്യസ് ആയിരിക്കും. എന്തായിരിക്കും നാളെ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കുക, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. അപ്പം എന്തൊക്കെ ചിന്തകളായിരിക്കും ടോട്ടോജാൻ്റെ മനസ്സിലൂടെ വന്നത്? അപ്പോൾ ആ ചിന്തകൾക്ക് അപ്രോപ്രിയേറ്റ് വേർഡ്സിൽ ആ ചിന്തകളെ ഒന്ന് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആങ്സൈറ്റിയും ഗ്രാറ്റിറ്റ്യൂഡും ഇവിടെ തന്നിട്ടുണ്ട്. ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു ആകാംക്ഷ, ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി, അത് രണ്ടും തന്നിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് വണ്ടർ അത്ഭുതം, എക്സൈറ്റ്മെൻറ്റ്. വണ്ടർ, എക്സൈറ്റ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി, റൈറ്റ് ദ തോട്ട്സ് ഓർ ദാറ്റ് ഫ്ലാഷ്ഡ് ത്രൂ ഹെർ മൈൻഡ്. റൈറ്റ് ദ തോട്ട്സ് ദാറ്റ് ഫ്ലാഷ്ഡ് ത്രൂ ഹെർ മൈൻഡ്. അതായത് ടോട്ടോജാൻ ഉറങ്ങാതെ ആ ഒരു ദിവസത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പം ഉറങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ ആ മനസ്സിലൂടെ വന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഇവിടെ 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. താങ്ക്സ് മോം, യു ആർ സച്ച് എ ലവ്ലി മോം ടു സെൻഡ് മീ ഫോർ ദ ട്രിപ്പ്. വാട്ട് വുഡ് ദ ട്രിപ്പ് ബി ലൈക്ക്? വാട്ട് സ്പെഷ്യൽ ഫുഡ് വിൽ മൈ ഫ്രണ്ട്സ് ബ്രിങ്? അപ്പോൾ ആ പോകുന്നതിൻ്റെ തലേ ദിവസം ടോട്ടോജാൻ്റെ മനസ്സിലൂടെ വന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും അത് എഴുതാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് അമ്മയ്ക്ക് നന്ദി പറയുന്നു. അമ്മ എന്നെ പോകാൻ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എങ്ങനെ ആയിരിക്കും ആ ട്രിപ്പ്, അതുപോലെ എന്തൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും എൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവരിക. ഇനി ബാക്കി, ഐ ആം സോ എക്സൈറ്റഡ്, ഞാൻ വളരെയധികം ആകാംക്ഷയോടെ ഇരിക്കുന്നു. തോയ് മേ ബി എ ലവ്ലി പ്ലേസ്, തോയിലേക്കാണ് ഇവർ പോവുക. അത് ഒരു മനോഹരമായ ഒരു പ്രദേശമായിരിക്കാം. ഐ വിൽ സ്വിം ഇൻ ദി ഹോട്ട് വാട്ടർ, ഞാൻ ആ ചൂട് നീരുറവയിൽ നീന്തും. വാട്ട് വുഡ് ദ ഷിപ്പ് ബി ലൈക്ക്, എങ്ങനെയായിരിക്കും കപ്പൽ ഉണ്ടായിരിക്കുക, എങ്ങനത്തെ കപ്പലായിരിക്കും വരിക. വാട്ട് സ്പെഷ്യൽ ഫുഡ് വിൽ മൈ മദർ പ്രിപ്പയർ ഫോർ ദ ട്രിപ്പ്, ഞാൻ നാളെ ട്രിപ്പിന് പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാനായിട്ട് അമ്മ എന്തൊക്കെ തരത്തിലുള്ള സ്പെഷ്യൽ ഫുഡായിരിക്കും ഒരുക്കുക. ഇത്രയേറെ ചിന്തകളായിരിക്കാം ടോട്ടോജാൻ്റെ മനസ്സിലൂടെ കടന്നു വരിക. ഇനി ആക്ടിവിറ്റി 7. ടോട്ടോജാൻ നെവർ ഫോർഗോട്ട് that first happy summer vacation. Totojan never forgot that first happy summer vacation. Make an entry in Totojan's diary, imagining yourself to be ടോട്ടോജാൻ.
അപ്പം ടോട്ടോജാൻ്റെ ആ ഒരു സമ്മർ വെക്കേഷനെ പറ്റി ഡയറി എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ടോട്ടോജാനാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ട്രിപ്പിന് ശേഷം ഡയറി എഴുതുക? എൻ്റെ ഫസ്റ്റ് ലൈൻ ഇവിടെ തന്നിട്ടുണ്ട്. ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം അന്ന് എഴുതുന്ന ഒരു ഡയറിയാണ്. അപ്പം നിങ്ങൾ ടോട്ടോജാനാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ടോട്ടോജാനാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ട്രിപ്പ് പോയി, 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നു. അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ ഡയറിയിൽ എഴുതുക? ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് ഈ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഐ ആം സോ ത്രിൽഡ് ടു റൈറ്റ് അബൌട്ട് അവർ ട്രിപ്പ് ടു തോയ്. അപ്പം തോയിലേക്ക് പോയ ഞങ്ങളുടെ ആ ഒരു ട്രിപ്പിനെ പറ്റി എഴുതാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇറ്റ് വാസ് എ ട്രിപ്പ് ഫുൾ ഓഫ് ഫൺ, അഡ്വഞ്ചർ ആൻഡ് ഹാപ്പി ആൻഡ് അൺഫോർഗറ്റബിൾ മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ അൺഫോർഗറ്റബിൾ മെമ്മറീസ്. ഇറ്റ് വാസ് എ ട്രിപ്പ് ഫുൾ ഓഫ് ഫൺ, അഡ്വഞ്ചർ, ഹാപ്പി ആൻഡ് അൺഫോർഗറ്റബിൾ മെമ്മറീസ്. ആ ട്രിപ്പ് എന്ന് പറയുന്നത് വളരെ സന്തോഷവും അഡ്വഞ്ചറും സാഹസികതയും അതുപോലെ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളും അല്ലെങ്കിൽ ഓർമ്മകളും നിറഞ്ഞതാണ്. അറ്റ് നുമാസു വി എംപാക്ട് ഓൺ എ ഷിപ്പ് ആൻഡ് ഇറ്റ് വാസ് അവർ ഫസ്റ്റ് ഷിപ്പ് ജേർണി. നുമാസുവിൽ വെച്ച് ഞങ്ങളൊരു ഷിപ്പിൽ കയറി. അത് ഞങ്ങളുടെ ആദ്യത്തെ ഷിപ്പ് ജേർണി ആയിരുന്നു. വി അറൈവ്ഡ് ദ സ്പാ വിത്ത് അവർ ടീച്ചർ. ഇറ്റ് വാസൻ ലൈക്ക് ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് അവർ സ്കൂൾ. അപ്പം ഞങ്ങൾ സ്പായിൽ എത്തിയത്, ആ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ ഇവിടെ എത്തിയത് ടീച്ചേഴ്സിൻ്റെ കൂട്ടത്തിലാണ്. അത് നമ്മുടെ സ്കൂളിലെ സ്വിമ്മിംഗ് പൂളെ പോലെ അല്ലായിരുന്നു. അറ്റ് നൈറ്റ് വി ഓൾ ഫ്രൈറ്റൺ ബൈ ദി ഗോസ്റ്റ് സ്റ്റോറീസ് ഓഫ് അവർ സീനിയേഴ്സ്. ഞങ്ങളുടെ സീനിയേഴ്സ്, അതായത് ഇവർ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്, വലിയ ഇച്ചിരൂടെ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളാണ് ആ ഗോസ്റ്റ് സ്റ്റോറീസ് പറഞ്ഞത്. അപ്പം മുതിർന്നവരുടെ ഗോസ്റ്റ് സ്റ്റോറീസ് കേട്ട് ഞങ്ങൾ രാത്രിയിൽ ഭയന്നു. വി മെറ്റ് എ മാൻ ഓൺ ദി ബീച്ച് ഹു വാസ് ബിൽഡിങ് എ ബോട്ട് ബൈ ഹിംസെൽഫ്. അപ്പോൾ ബീച്ചിൽ ഞങ്ങൾ ബോട്ട് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. ഹി ഗേവ് മീ എ ഗുഡ് വുഡ് ഷേവിങ്. എനിക്ക് അദ്ദേഹം വളരെ നല്ല ഒരു തടിക്കഷ്ണം തന്നു. ലാസ്റ്റ് ഡേ ഹെഡ് മാസ്റ്റർ ടുക്ക് എ ഗ്രൂപ്പ് ഫോട്ടോ വിത്ത് ദി സീ ഇൻ ദി ബാക്ക്ഗ്രൗണ്ട്. ലാസ്റ്റ് പോരുന്ന ദിവസം ഹെഡ് മാസ്റ്റർ, അതായത് കടലിനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്കി ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. 3 ഡേ അറ്റ് ടോയ് സ്പാ പ്രൊവൈഡഡ് എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. 3 ദിവസത്തെ താമസം ഞങ്ങൾക്ക് ജീവിതാനുഭവങ്ങൾ നൽകി. ഐ നെവർ ഫോർഗെറ്റ് ദിസ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. എനിക്കൊരിക്കലും ഈ ഹാപ്പി സമ്മർ വെക്കേഷൻ മറക്കാൻ കഴിയില്ല. ആക്ടിവിറ്റി 8. റീഡ് ദ കോൺവെർസേഷൻ ബിലോ. താഴെ തന്നിരിക്കുന്ന കോൺവെർസേഷൻ വായിക്കുക. ഗസൽ, വാട്ട് ആർ യു ഡൂയിങ് ദെയർ? ഗസൽ ചോദിക്കുകയാണ്, എന്താണ് നീ അവിടെ ചെയ്യുന്നത്? ഗാന, ഐ ആം വാച്ചിങ് എ മൂവി. ഞാൻ മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗസൽ, വാട്ട് അബൌട്ട് യുവർ ബ്രദേഴ്സ്? നിൻ്റെ സഹോദരന്മാരെന്തിയെ? അവരെന്തെടുക്കുന്നു? ഗാന, ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗസൽ, ഇസ് യുവർ സിസ്റ്റർ വിത്ത് ദം? നിൻ്റെ സഹോദരി അവരുടെ കൂടെയുണ്ടോ? അവരുടെ എന്ന് വെച്ചാൽ ബ്രദേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ടോ? ഗാന, നോ, ഷീ ഈസ് ഡൂയിങ് ഹർ ഹോംവർക്ക്. In all these sentences, some actions are in progress. An ing is used to show it. അപ്പോൾ ഇതിൽ ചില ആക്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തികൾ എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നു കഴിഞ്ഞിട്ടില്ല, നടക്കാൻ പോവുകയുമല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഒരു ing ഉപയോഗിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഐ ആം വാച്ചിങ് എ മൂവി, ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടു കഴിഞ്ഞിട്ടില്ല, അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കളിച്ചു കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഷീ ഈസ് ഡൂയിങ് ഹർ ഹോംവർക്ക്, ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻസിനെ സൂചിപ്പിക്കാനാണ് ing ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പയർ ദ റെസ്പോൺസസ് ഇൻ ദി എബവ് കോൺവെർസേഷൻ വിത്ത് ദ വൺ ഗിവൺ ഇൻ ബോൾഡ് ലെറ്റേഴ്സ് ഇൻ ദി ഫോളോയിങ് പാരഗ്രാഫ്. അപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന ആ കോൺവെർസേഷനും താഴെ ഇനി വായിക്കാൻ പോകുന്ന കോൺവെർസേഷനിലെ ബോൾഡ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, അതും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുക, താരതമ്യപ്പെടുത്തുക. അതായത് ഐ ആം വാച്ചിങ്, ആർ പ്ലേയിങ്, ഈസ് ഡൂയിങ്, ഇതിനെ ഇനി നമ്മൾ വായിക്കാൻ പോകുന്നതിലെ സെൻറ്റൻസുമായിട്ട് താരതമ്യപ്പെടുത്തുക. Now then, said the headmaster, when they had all assembled to start the trip, we are traveling by train and by ship, and I don't want any of you to get lost. Do you understand? All right, off we go. അപ്പോൾ ഹെഡ് മാസ്റ്റർ പോകുന്നതിൻ്റെ സമയത്ത് പറഞ്ഞു, നിങ്ങൾ
ആരെയും എനിക്ക് കാണാതെ പോകുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ആരെയും നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ട്രെയിനിലും ഷിപ്പിലും ഒക്കെയാണ് പോകുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം എന്നൊരർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമുക്ക് പോകാം. അതാണ് ആ സെൻറ്റൻസ്. അപ്പോൾ അതിൽ തന്നിരിക്കുന്നത് ബോൾഡ് ലെറ്ററിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ്. നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ട്രെയിനിലും ഷിപ്പിലുമാണ്. അപ്പോൾ ഇവിടെ അത് നടന്നുകൊണ്ടിരിക്കുകയല്ല, നടക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെയും എന്താണ് തന്നിരിക്കുന്നത്? ING തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ആക്ഷനാണ്, നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഹിയർ ആർ 2 more sentences ഓഫ് ദി സെയിം ടൈപ്പ്. അപ്പം ഈ തരത്തിലുള്ള 2 സെൻറ്റൻസുകൾ കൂടി തന്നിട്ടുണ്ട്. ദ പ്രൈം മിനിസ്റ്റർ ഈസ് കമ്മിങ് ടുമോറോ. നാളെ പ്രധാനമന്ത്രി വരും. മൈ ഫ്രണ്ട് ഈസ് ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത്. എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ സുഹൃത്ത് അടുത്ത മാസം വിവാഹിതനാകും. അപ്പം ഇത് രണ്ടും ഫ്യൂച്ചർ ടെൻസാണ്, അതായത് സംഭവിക്കുന്നതേ ഉള്ളൂ, സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയല്ല, അത് ഇനി ഭാവിയിൽ വരുന്നതേ ഉള്ളൂ. അതേസമയം നമ്മൾ ഇതിന് മുൻപ് വായിച്ച ഐ ആം വാച്ചിങ്, ആർ പ്ലേയിങ്, ഈസ് ഡൂയിങ്, അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഭാവിയിൽ നടക്കാൻ പോവുകയാണ്. ഇതിന് രണ്ടിനും എന്തുപയോഗിച്ചിട്ടുണ്ട്? ING ഉപയോഗിച്ചിട്ടുണ്ട്. In the above sentences, ING is used to talk about something that is planned for the future. ഭാവിയിലേക്ക് നടക്കാൻ പോകുന്ന, പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ആക്ഷൻസിനെ സൂചിപ്പിക്കാനാണ് ഇവിടെ ING ഉപയോഗിച്ചിരിക്കുന്നത്. ലുക്ക് അറ്റ് ദിസ് കോൺവെർസേഷൻ. വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? അപ്പോൾ അവിടെ ഒരു കുട്ടി സുഹൃത്തിനോട് ചോദിക്കുകയാണ്, നീ ഈ വീക്കെൻഡിൽ, ഈ ആഴ്ചയുടെ അവസാനം നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഐ ആം വിസിറ്റിംഗ് മൈ ഓണ്ട്. ഞാൻ എൻ്റെ ആൻറ്റി അല്ലെങ്കിൽ ഓണ്ടിനെ കാണാൻ പോവുകയാണ്. മെൻഷൻ സം ഓഫ് ദ തിങ്സ് യു പ്ലാൻ ടു ഡു ഡ്യൂറിങ് ദ നെക്സ്റ്റ് വെക്കേഷൻ. അടുത്ത വെക്കേഷന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെ പറ്റി ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാൻ. അപ്പോൾ അത് സെൻറ്റൻസ് ആക്കണം. എന്തുപയോഗിച്ച്? ING ഉപയോഗിച്ച് നമ്മൾ സെൻറ്റൻസ് ആക്കണം. ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഐ ആം ജോയിനിങ് ദ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ബിഗിനിങ് ഓൺ 10th April. I am joining the football coaching camp beginning on 10th April. ഞാൻ അടുത്ത മാസം 10ാം തീയതി അല്ലെങ്കിൽ സമ്മർ വെക്കേഷൻ്റെ സമയത്ത് 10ാം തീയതി ഏപ്രിൽ 10-ന് ആരംഭിക്കുന്ന ഫുട്ബോൾ കോച്ചിങ്ങിൽ ചേരും. I will spend some time learning how to play chess. ഞാൻ കുറച്ചു സമയം ചെസ്സ് പഠിക്കാനായിട്ട് മാറ്റിവെക്കും. അതായത് സമ്മർ വെക്കേഷന് നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐ ആം ജോയിനിങ് ദ ഡാൻസ് ക്ലാസ് ബിഗിനിങ് ഓൺ 12th May. ഞാൻ മെയ് 12-ന് ആരംഭിക്കുന്ന ഡാൻസ് ക്ലാസ്സിൽ ചേരും. ഐ ആം ജോയിനിങ് ദ ഡാൻസ് ക്ലാസ് ബിഗിനിങ് ഓൺ 12th May. We are planning for a tour. I am planning on going to my uncle's home. Next April, I will be taking a course. Next April, I will be taking a course. We will be going out with friends for food. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തു പോകും ഫ്രണ്ട്സിൻ്റെ കൂടെ. നെക്സ്റ്റ്, ഐ ആം ജോയിനിങ് ദ കമ്പ്യൂട്ടർ കോഴ്സ് ബിഗിനിങ് ഓൺ 5th May. മെയ് 5-ാം തീയതി ആരംഭിക്കുന്ന കമ്പ്യൂട്ടർ കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്യും. Then activity 9. Read the following sentences and analyze the use of phrase in bold letters. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ വായിച്ചതിന് ശേഷം അതിൽ ബോൾഡ് ലെറ്റേഴ്സിൽ തന്നിരിക്കുന്ന ഫ്രേസുകൾ നിങ്ങൾ അനലൈസ് ചെയ്യുക. When the ship rocked, one of the older boys stood amidships and ran from one side to the other, saying, "Oops." It was so funny that the children couldn't help laughing, even though they felt so seasick. അതായത് എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിങ് എന്ന സ്റ്റോറിയിലുണ്ട്. അവർ കപ്പലിൽ ഇങ്ങനെ പോയപ്പോൾ അവർക്കെല്ലാവർക്കും ക്ഷീണം അനുഭവപ്പെട്ടു.
ആ സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള ഒരു ബോയ് ആ കപ്പലിൻ്റെ നടുക്ക് വന്ന് നിൽക്കുകയും കപ്പൽ ആടിയുലയുന്നതനുസരിച്ച് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്തു. അപ്പോൾ അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാൻ പോകുന്നത് കണ്ടപ്പോൾ മടുത്തിരിക്കുകയായിരുന്നെങ്കിലും ആ കുട്ടികൾക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് കുഡിൻ ഹെൽപ്പ് ലാഫിങ്, അതായത് അവർക്ക് ചിരിക്കാതിരിക്കാനായിട്ട് സാധിച്ചില്ല, അവർ ചിരിച്ചുപോയി. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് അപ്രോപ്രിയേറ്റ് സെൻറ്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. അവിടെ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് നമ്മൾ താഴെ തന്നിരിക്കുന്ന ആ കോളം ഫിൽ ചെയ്യണം. അതിനകത്ത് ആദ്യത്തേത് ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻ: ഇറ്റ് വാസ് സോ ഫണ്ണി. അതിൻ്റെ റെസ്പോൺസ്: ദേ കുഡിൻ കൺട്രോൾ ദംസെൽസ് ഫ്രം ലാഫിങ് though they were seasick. They couldn't help laughing. അതായത് അത് വളരെ രസകരമായിരുന്നു. അവൻ ആ കപ്പലിൻ്റെ നടുക്ക് വന്നിട്ട് കപ്പൽ ആടിയുലയുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാൻ പോയി. അത് വളരെ രസകരമായിരുന്നു. അപ്പോൾ അവർക്ക് അവരെ തന്നെ, മറ്റു കുട്ടികൾക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ദേ കുഡിൻ ഹെൽപ്പ് ലാഫിങ്, അവർക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇനി രണ്ടാമത്തേത് ഹി വാസ് വെരി ടയേർഡ്. ഐ ഫെൽറ്റ് സിമ്പതി ടുവാർഡ്സ് ഹിം. അവൻ വളരെ ടയേർഡായിരുന്നു, എനിക്ക് അവനോട് സഹതാപം തോന്നി. അപ്പോൾ അതിൽ ആ ഓപ്ഷൻസിൽ 4 തന്നിട്ടുണ്ട്. ബട്ട് മൈ ഫ്രണ്ട് ലൈക്ഡ് ഇറ്റ്. ദേ വെയർ ഇൻ എ സീക്രട്ട് കോൺവെർസേഷൻ. വി കുഡിൻ ഹെൽപ്പ് ക്വസ്റ്റ്യനിങ് ഇറ്റ്. ഐ കുഡിൻ ഹെൽപ്പ് സപ്പോർട്ടിങ് ഹിം. അപ്പോൾ അതിൽ ഇതിന് യോജിച്ചത് ഐ കുഡിൻ ഹെൽപ്പ് സപ്പോർട്ടിങ് ഹിം ആണ്. അതായത് അവൻ വളരെ ക്ഷീണിതനായിരുന്നു, എനിക്ക് അവനോട് വളരെ സിമ്പതി തോന്നി, അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തേത് ദ ഫിലിം വാസ് ബോറിംഗ് ടു മീ. എനിക്ക് ആ ഫിലിം വളരെ ബോറിംഗ് ആയിരുന്നു. ദ യൂസേജ് എന്ന് പറയുന്നത് സോ ഐ കുഡിൻ ഹെൽപ്പ് സ്റ്റേയിങ് ടു വാച്ച് ടിൽ ദ എൻഡ്. പക്ഷേ സിനിമ തീരുന്നിടം വരെ എനിക്ക് അവിടെ ഇരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിന് റെസ്പോൺസ് എന്ന് പറയുന്നത് അതിനകത്ത് ഏതാണ് ചേരുന്നത്? ബട്ട് മൈ ഫ്രണ്ട് ലൈക്ഡ് ഇറ്റ്. അതായത് ദ ഫിലിം വാസ് ബോറിംഗ് ടു മീ. ആ ഫിലിം എനിക്ക് വളരെ ബോറടിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഫ്രണ്ടിന് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് സോ ഐ കുഡിൻ ഹെൽപ്പ് സ്റ്റേയിങ് ടു വാച്ച് ടിൽ ദ എൻഡ്. അതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്നത് മുഴുവൻ കാണേണ്ടി വന്നു. നെക്സ്റ്റ് സിറ്റുവേഷൻ തന്നിട്ടില്ല. റെസ്പോൺസ്: ഐ ഡിഡൻ വാണ്ട് ടു ഹിയർ ഇറ്റ് ബട്ട് ഐ കുഡിൻ ലീവ്. എനിക്കത് കേൾക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, പക്ഷേ എനിക്ക് പോവാനും കഴിഞ്ഞില്ല. അതിൻ്റെ യൂസേജ് ഐ കുഡിൻ ഹെൽപ്പ് ഓവർ ഹിയറിങ് വാട്ട് ദേ വെയർ സേയിങ്. അപ്പം ഞാൻ അവിടെ നിന്ന് അവരെന്താണ് പറയുന്നതെന്ന് ഒളിഞ്ഞു നിന്ന് കേട്ടു. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദേ വെയർ ഇൻ എ സീക്രട്ട് കോൺവെർസേഷൻ. അവർ രഹസ്യമായ ഒരു സംഭാഷണത്തിലായിരുന്നു. ഐ ഡിഡൻ വാണ്ട് ടു ഹിയർ ഇറ്റ്. എനിക്കത് കേൾക്കണമെന്നില്ലായിരുന്നു. ബട്ട് ഐ കുഡിൻ ലീവ്. എന്നാൽ എനിക്ക് അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർ പറഞ്ഞത് എന്താണെന്ന് കേട്ടു. നെക്സ്റ്റ്, ദ അതോറിറ്റീസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ റൂൾ. അധികാരികൾ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഇറ്റ് വാസ് നോട്ട് അക്സെപ്റ്റബിൾ ടു അസ്. ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ട് എന്താണ്? വി കുഡിൻ ഹെൽപ്പ് ക്വസ്റ്റ്യനിങ് ഇറ്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാനും സാധിച്ചില്ല, അല്ലെങ്കിൽ ഞങ്ങളതിനെ ചോദ്യം ചെയ്തു. ഇനി ആക്ടിവിറ്റി 10, റീഡ് ദ ഫോളോയിങ് പ്രൊഫൈൽ. It is also given as a paragraph below. Fill in the blanks with the appropriate word from the options given below. അപ്പം ഇവിടെ തെറ്റ്സുകോ കുറയോനൊക്കെ എന്ന റൈറ്ററിൻ്റെ ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് താഴെയായിട്ടൊരു പാരഗ്രാഫുണ്ട്. ആ പാരഗ്രാഫിലെ ചില വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്യണം. ജപ്പനീസ് റൈറ്റർ തെറ്റ്സുകോ കുറയോനക്കി വാസ്, അവിടെ വരുന്നത് ജനിച്ചു. ജപ്പാനീസ് റൈറ്ററായ തെറ്റ്സുകോ കുറയോനക്കി ജനിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ്, ജനിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അവിടെ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. വാസ് ബോൺ ഓൺ ഓഗസ്റ്റ് 9, 1933. അവിടെ വരുന്ന പ്രൊപ്പോസിഷൻ ഓൺ ആണ്. അവിടെ ഇയർ ആയിരുന്നു ആദ്യം വന്നതെങ്കിൽ ഇൻ വന്നേനെ, ഇൻ 1933 വന്നേനെ. അപ്പോൾ ഇവിടെ വരുന്നത് ഓൺ ആണ്. ഇൻ 1933 ഇൻ ടോക്കിയോ, ഒരു വലിയ സിറ്റിയിലാണ് അവർ ജനിച്ചത്. അപ്പോൾ പർട്ടിക്കുലർ ആയിട്ടൊരു സ്ഥലം പറഞ്ഞിട്ടില്ല സിറ്റിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന പ്രൊപ്പോസിഷൻ ഇൻ ആണ്. ഷീ വാസ് ബോൺ ടു, പേരൻസ് ആരുടെ മകളായിട്ടാണ് ജനിച്ചത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഷീ വാസ് ബോൺ ടു ആണ് അവിടെ വരിക, ഫോർ അല്ല. ഫോറിന് വേണ്ടി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇത് മാതാപിതാക്കളുടെ പേരാണ് തന്നിരിക്കുന്നത് അവിടെ ടു.
മുറിച്ചാന കുറയോനകി ആൻഡ് കോ കുറയോനകി. ഷീ കംപ്ലീറ്റഡ്. കംപ്ലീറ്റസും തന്നിട്ടുണ്ട്, കംപ്ലീറ്റഡ് പൂർത്തിയാക്കി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അവിടെ കംപ്ലീറ്റഡ് എന്ന വാക്കാണ് യോജിക്കുക. ഷീ കംപ്ലീറ്റഡ് ഹെർ എഡ്യൂക്കേഷൻ ഇൻ കെയോ യൂണിവേഴ്സിറ്റി ആൻഡ് ടോക്കിയോ കോളേജ് ഓഫ് മ്യൂസിക്. ഷീ ഈസ് ആൻ ആക്ട്രസ്. എ എന്ന ആക്ട്രസ് എന്ന് വന്നിട്ടുണ്ട് അവിടെ. എ എന്ന വവൽ സൗണ്ട് ആണ്. അതിന് മുമ്പിൽ വരുന്ന ആർട്ടിക്കിൾ ആനാണ്. ഷീ ഈസ് ആൻ ആക്ട്രസ് ആൻഡ് എ ടെലിവിഷൻ പേഴ്സണാലിറ്റി. അതുകൂടാതെ ഒരു ടെലിവിഷൻ പേഴ്സണാലിറ്റി കൂടി ആണ്. ഷീ ഈസ് എ ഗുഡ് വിൽ അംബാസിഡർ ഫോർ യുനിസെഫ്. അവിടെ വരുന്ന ആർട്ടിക്കിൾ എ ആണ്. അപ്പം ഒരു പൊസിഷനിൽ ഒരാൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അവിടെ ദാ ഉപയോഗിക്കും. ഇവിടെ ഷീ ഈസ് എ ഗുഡ് വിൽ അംബാസിഡർ ഫോർ യുനിസെഫ്. ഷീ ഗോട്ട് മെനി അവാർഡ്. ഒരു അവാർഡല്ല, പല അവാർഡുകളാണ്. അപ്പം അവാർഡ്സ്. ഷീ ഗോട്ട് മെനി അവാർഡ്സ് ലൈക്ക് ഗ്ലോബൽ ലീഡർഷിപ്പ് ഫോർ ചിൽഡ്രൻ അവാർഡ് ആൻഡ് ജാപ്പനീസ് കൾച്ചറൽ ബ്രോഡ്കാസ്റ്റിംഗ് അവാർഡ്. അതിനുശേഷം വരുന്നത് വിച്ച് ആണ്. വിച്ച് എന്ന റിലേറ്റീവ് പ്രൊനൗൺ, കാരണം ഹു സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയെയാണ്. അപ്പോൾ ഇവിടെ അവാർഡിനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വിച്ച് ആണ്. വിച്ച് ഈസ് ദ ഹൈയസ്റ്റ്. ഹൈയും ഹൈയസ്റ്റും തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉയർന്നത് എന്നുള്ള അർത്ഥം വരുന്നത് ഹൈയസ്റ്റ് ആണ്. ഹൈയസ്റ്റ് ടെലിവിഷൻ ഓണർ ഇൻ ജപ്പാൻ. highest television honor in Japan. Her masterpiece Toto-chan, The Little Girl at the Window, went on to സെൽ ആൻഡ് സോൾഡ് തന്നിട്ടുണ്ട്. അവിടെ ഓവർ 8 മില്യൺ കോപ്പീസ്, അതായത് ടോട്ടോജാൻ 8 മില്യൺ കോപ്പികളിൽ കൂടുതൽ വിറ്റുപോയിട്ടുണ്ട്. അപ്പോൾ വിറ്റുപോയി എന്നുള്ള അർത്ഥം വരുന്നത് സോൾഡ് ആണ്. സെല്ല് വിൽക്കുകയാണ്, സോൾഡ് വിറ്റുപോയി. അപ്പം 8 മില്യൺ കോപ്പി വിറ്റുപോയി എന്നുള്ളത് കൊണ്ട് അവിടെ സോൾഡ് ആണ് വരിക.